MG Road Padma ജംഗ്ഷനിലുള്ള എജുവേൾഡിലാണ്. ഈ ഒരു റൂട്ടിൽ തന്നെ there are a lot of educational consultancies. Then why am I here is because of a reason. 2025 എജുവേൾഡിന് സിൽവർ ജൂബിലി ഇയർ ആണ്. അവരുടെ 25 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്. ഒരു കൺസൾട്ടൻസി 25 വർഷം നീണ്ടു നിൽക്കണമെങ്കിൽ there will be something behind that. അതെന്താന്ന് നമുക്ക് പോയി നോക്കാം. ഹലോ, ഇത് ഏസൻ സർ എജുവേൾഡിന്റെ ഓപ്പറേഷൻസ് ഹെഡ് ആണ്. നമുക്ക് എജുവേൾഡിനെ കുറിച്ച് സാറിനോട് തന്നെ ചോദിക്കാം. ഹൗ വുഡ് യു ഇൻട്രൊഡ്യൂസ് എജുവേൾഡ്? വെൽ, എജുവേൾഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ടൈമിനാണ് ലക്ഷ്മി വന്നിരിക്കുന്നത്. Because it's a proud moment for every employee of Eduworld actually. Eduworld എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെ പ്രൈഡ് മൊമെന്റ് ആണ് ഇത്. ബിക്കോസ് ആസ് യു സെഡ്, ഞങ്ങളുടെ സിൽവർ ജൂബിലി ഇയർ ആഘോഷിക്കുകയാണ്. അതായത് 25 ഇയേഴ്സ് ഓഫ് ലോങ് റിലൻലെസ് ജേർണി. അപ്പോൾ എജുവേൾഡിനെ കുറിച്ച് 25 ഇയേഴ്സ് ജേർണിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എജുവേൾഡിന്റെ തുടക്കത്തെ കുറിച്ച് പറയണം. ഒബ്വിയസ്ലി കാൽക്കുലേഷൻ അറിയാമെങ്കിൽ 2000-ലാണ് എജുവേൾഡിന്റെ ജേർണി ആരംഭിക്കുന്നത്. അവർ ഫസ്റ്റ് ഓഫീസ് വാസ് ഇൻ മംഗലാപുരത്ത് ഒരു ചെറിയ ഓഫീസിൽ നിന്ന് എളിയ തുടക്കമായിരുന്നു ഞങ്ങളുടേത്. അവിടെ നിന്ന് ഞങ്ങൾ മലബാറിലേക്ക് മലബാറിലുള്ള പല ഡിസ്ട്രിക്റ്റിലേക്കും ഓഫീസുകൾ എക്സ്റ്റെൻഡ് ചെയ്തു. എടപ്പാൾ, കണ്ണൂർ, കാലിക്കറ്റ്, അങ്ങനെ. പിന്നീട് അത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലേക്കുമായിട്ട് ഇന്ന് എജുവേൾഡിന്റെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എജുവേൾഡിന്റെ ഓഫീസുകളുണ്ട്. ആ ഓഫീസുകളൊക്കെയും വളരെ പ്രവർത്തന നിരതമായിട്ട് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാനും അവർക്ക് കൃത്യമായിട്ടുള്ള ചോയ്സസ് നൽകാനും ഒക്കെ 24/7 വർക്ക് ചെയ്യുന്ന ഓഫീസസ് ആണ്. അതാണ് ഞങ്ങളുടെ പ്രൈഡിന്റെ ഈ മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി എജുവേൾഡ് എന്ന് വെച്ചാൽ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷെ വാട്ട് ആർ ദ സ്പെസിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയാണ്, ഏതെല്ലാം മേഖലകളിലാണ് ഞങ്ങൾ കരിയർ ഗൈഡൻസ് കൊടുക്കുന്നത്, സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്നത്? ആക്ച്വലി ഞങ്ങളുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ മാത്രമല്ല. വി ഹാവ് ഡിഫറെന്റ് ബ്രാഞ്ചസ് ആക്ച്വലി ഓഫ് ഗൈഡൻസ്. നമ്മൾക്ക് എബ്രോഡ് സ്റ്റഡീസ് ഉണ്ട്, MBBS Abroad ഉണ്ട്, ഡൊമസ്റ്റിക് അഡ്മിഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ ഒരുപോലെ ഏകോപിച്ച് മുന്നോട്ട് പോയി എല്ലാ സ്റ്റുഡൻസിനും, അതായത് സ്റ്റഡി എന്നൊരു ഓപ്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സ്റ്റഡീസിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഗൈഡൻസ് ആണ്, സമഗ്രമായ ഒരു ഗൈഡൻസ് ആണ് എജുവേൾഡ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും 25 ഇയേഴ്സ് ഓഫ് ഒരു കമ്പനി റൺ ചെയ്യുന്നത്, വാസ് ഇറ്റ് എ കേക്ക് വോക്ക്, അതൊരു ഈസി ജേർണി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഐ വിൽ സേ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി ജേർണി. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്, ഒരുപാട് പ്രശ്നങ്ങള്, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ഈ 25 ഇയറിൽ വന്ന് നിൽക്കുന്നത്. അതിന് മെയിൻ ആയിട്ട് എന്താണ് ഒരു റീസൺ പറഞ്ഞാൽ ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണാണ്, ഹാർഡ് വർക്കാണ്, പോരാട്ടമാണ്, തോൽക്കില്ല എന്ന മനസ്സാണ്. പിന്നെ ഞങ്ങളുടെ വിഷനും മിഷനും തമ്മിലുള്ള ആ ഒരു എത്തിക്സിൽ ജോയിൻ ചെയ്യുന്ന ആ മൂവ്മെന്റും കൂടെയാണ്. എന്താണോ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് അതൊരു മിഷനാണെന്ന് കരുതി അതിനു വേണ്ടിയിട്ട് ബിസിനസിനേക്കാൾ ഉപരി സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ജേണി തന്നെയാണ് ഈ 25 ഇയേഴ്സ് ആയിട്ട് എജുവേൾഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോ എജുവേൾഡിനെ കുറിച്ചിട്ട് ഈ ഒരു മൂവ്മെന്റിൽ നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഫസ്റ്റ് ഓഫ് ഓൾ ഈ 25 ഇയേഴ്സ് ആയിട്ട് നമ്മൾ കെയർ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ്, അവരുടെ പാരന്റ്സ്, അവർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, അതിനോടുള്ള കൃതജ്ഞതയാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. സെക്കൻഡ്ലി, എജുവേൾഡ് എന്നാൽ ഒരു ഫാമിലിയാണ്. 100+ സ്റ്റാഫുകളുള്ള എല്ലാ ബ്രാഞ്ചസിലും കൂടെ ഒരു ബിഗ് ഫാമിലിയാണ്. ഇതൊരു ഫാമിലി ആയിട്ട് ആ ഒരു ഫാമിലി കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് എജുവേൾഡിന്റെ കൂടെ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന എജുവേൾഡിന്റെ ഒരു ടീമുണ്ട്. ഞങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേജസ് തുടങ്ങിയിട്ട് ഇന്ന് വരെ കൂടെ നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഉണ്ട്. അവരെ കുറിച്ചിട്ടാണ് ഈ ഒരു മൂവ്മെന്റിൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. അതുകൂടാതെ ഞങ്ങളുടെ മികച്ച സർവീസിനുള്ള ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ്, ആ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര പ്ലാൻ ചെയ്യുന്നത് പോലും. ഈ 2025 ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ, അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കിന്റെ പുറത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ജേർണിയാണ് ഞങ്ങളുടേത്. ഒരിക്കലും ഒരു പഴഞ്ചൻ ആശയം വെച്ചിട്ട് അത് മുന്നോട്ട് അത് തന്നെ എല്ലാ വർഷവും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലല്ല എജുവേൾഡിൻ്റെത്. ഓരോ സീസണിലും ഓരോ സമയത്തിനും അനുസരിച്ചുള്ള മാറ്റങ്ങൾ അത് കുട്ടികളെ അറിയിക്കുക, അത്തരം ഗൈഡൻസ് അവർക്ക് കൊടുക്കുക, അവരുടെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യുക, ഒരു മികച്ച കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക. ദാറ്റ് ഈസ് വാട്ട് എജുവേൾഡ് ഈസ് ഡൂയിങ്.
ഞങ്ങൾ 25 വർഷത്തെ യാത്രയിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യേണ്ടത് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്ന, ഞങ്ങളുടെ ഹോൾ ടീമിനെ ഗൈഡ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സാരഥി തന്നെയാണ് ഞങ്ങളുടെ ഡയറക്ടർ മിസ്റ്റർ ലബീബ്. അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്, അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണം തന്നെയാണ് ഞങ്ങൾ ഇത്ര ദൂരം യാത്ര ചെയ്യാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന കരുത്തും ഇൻസ്പിറേഷനും. സോ വിതൗട്ട് മെൻഷനിങ് ഹിം ഈ ജേർണി ഒരിക്കലും പൂർണ്ണമാകുന്നില്ല, ഈ ജേർണിയെ കുറിച്ചുള്ള കഥയും പൂർണ്ണമാകുന്നില്ല. സോ വി ആർ ഗ്രേറ്റ്ഫുൾ ടു ബി പാർട്ട് ഓഫ് ഹിസ് ടീം. ആൻഡ് ആ ടീമിനെ ഒരുമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് ഇത്ര കാലം ഞങ്ങളെ മുന്നോട്ട് നയിച്ചത്, ഇനിയും മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ എജുവേൾഡിനെ കുറിച്ച് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ അറിയേണ്ടത് എജുവേൾഡിന്റെ തന്നെ സ്റ്റാഫിൽ നിന്നാണ്. അവർ ചെയ്യുന്ന ഡിഫറെന്റ് ഫീൽഡുകളിൽ, ഡിഫറെന്റ് ബ്രാഞ്ചസുകളിൽ അവർ ചെയ്യുന്ന സേവനങ്ങളിലൂടെയാണ്. ഏസൻ സർ പറഞ്ഞതുപോലെ എജുവേൾഡിന് 3-4 ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. അവിടെ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഇൻഡെപ്ത് ആയിട്ട് അറിയാൻ നമുക്ക് അവിടുത്തെ ടീം മെമ്പേഴ്സിനോട് തന്നെ പോയി ചോദിച്ചാലോ? ഇത് ശ്രുതി, ഇവിടുത്തെ ഡൊമസ്റ്റിക് ടീമിന്റെ ഹെഡാണ്. ആക്ച്വലി എജുവേൾഡ് ഇന്റർനാഷണലിൽ വന്നിട്ട് ഒരു ഡൊമസ്റ്റിക് ടീം എന്ന് കേട്ടപ്പം ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. ശരിക്കും എന്താണ് ഈ ഡൊമസ്റ്റിക്? ഓക്കെ, ഡൊമസ്റ്റിക് അഡ്മിഷൻസ് ഭയങ്കര സിമ്പിളാണ്. ഇന്ത്യയിലുള്ള അഡ്മിഷൻസ്, ഇന്ത്യക്കകത്ത് നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്മിഷൻസിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് അഡ്മിഷൻസ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. നമുക്കിപ്പോൾ മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഡിഗ്രി എല്ലാ കോഴ്സസിനും നമ്മൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ടീം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അഡ്മിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇവിടെ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക്കിന് വേണ്ടിയിട്ട്? ഡൊമസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി +2 സ്റ്റുഡൻസ് ആണ് വരുന്നത്. ഇപ്പോൾ +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അതെ UG കോഴ്സിന് വേണ്ടിയിട്ടാണ്. PG ഓൾസോ നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മൾ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് +2 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിൽ എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഉണ്ട്. മെയിൻലി അവർക്ക് 2 കാറ്റഗറിയാണ് ഉള്ളത് +2 കഴിയുമ്പോൾ. ഒന്ന്, അവർ ഭയങ്കര മാർക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവരായിരിക്കും. ഒരു 95-96 മാർക്സ് ഓൾറെഡി അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. സോ അവർ ഓൾറെഡി എന്താവണം എന്നൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അവർക്ക് ജസ്റ്റ് അതിലോട്ട് എത്താൻ എന്ത് ചെയ്യണം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അവർ നമ്മളോട് എങ്ങനെ ഏതൊക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്യണം, അതെങ്ങനെ അറ്റൻഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് വരും. ഒരു സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് അത്ര ഒരു മാർക്ക് അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു 90% താഴെയൊക്കെ. അപ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ഇവിടെ ഗവൺമെന്റ് സീറ്റ് കിട്ടില്ല, കിട്ടാൻ ഭയങ്കര ചാൻസസ് കുറവാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഇനി എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ, അവർ ആ ഡ്രീമിലോട്ട് എത്താൻ വേണ്ടി ഏത് കോളേജിലാണ് ആ ഒരു കോഴ്സ് ഉള്ളത്, അവിടെ എങ്ങനെ അഡ്മിഷൻ എടുക്കാം, അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചോദിച്ചു വരുന്ന ഒരു കാറ്റഗറിയാണ് ഒരു സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് കോഴ്സസ് ഉണ്ടാവുമല്ലോ ഈ ഡൊമസ്റ്റിക് ഫീൽഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ, ഏതൊക്കെ കോഴ്സസിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്? ഇപ്പോൾ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കോഴ്സസും നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഒരു മെഡിക്കൽ തൊട്ട് ഡിഗ്രി, പാരാമെഡിക്കൽ, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു പ്രീവിയസ് 2-3 ഇയേഴ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് പാരാമെഡിക്കൽ കോഴ്സസ് ആണ്. നഴ്സിംഗ് ഓഫ് കോഴ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് അങ്ങനെയുള്ള കുറച്ച് ന്യൂ ജനറേഷൻ കോഴ്സസ് കൂടി കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഈ പാരാമെഡിക്കൽ കോഴ്സസിന് കീഴിൽ വരുന്ന കോഴ്സസ് എന്തൊക്കെയാണെന്ന് പറയുക? ഓഫ് കോഴ്സ് ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സസിൽ ഒരുപാട് കോഴ്സ് അതിൽ അടിയിൽ വരുന്നുണ്ട്. നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ MLT, MIT, AUT, CCT, CVT അങ്ങനെ ഡിഫറെൻറ്റ് ഒരുപാട് കോഴ്സസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അവർക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ 12th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന്റെ അഡ്മിഷൻസിന് വേണ്ടിയിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ പേരൻസിന് എപ്പോഴും ഒരു കൺസേൺ ആയിരിക്കും കേരളത്തിന് പുറത്ത് വിടുന്നതിനെ കുറിച്ചിട്ടല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കൺസേൺസ് അവർ പറയാറുണ്ടോ? ഓഫ് കോഴ്സ് നമ്മളുടെ അടുത്ത് വരുന്ന എല്ലാ പേരൻസിനുള്ള കൺസേൺസ് ആണ്. ഈവൻ ഇപ്പോൾ അവർ അബ്രോഡ് പോകുന്നതിനൊക്കെ ടെൻഷനാണ് ഇവിടെ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ. കാരണം ഇപ്പോൾ അതർ സ്റ്റേറ്റിലെ സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും എന്നറിയില്ല, അവരുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഈവൻ ഇപ്പോൾ പുറത്തൊക്കെ വിടുമ്പോൾ റിലീജിയസ് ബേസിസിൽ വരെ അവർ കൺസേൺഡ് ആണ്, അങ്ങനെ വരെ അവർ നോക്കുന്നുണ്ട്. പിന്നെ ഫുഡ് മെയിനായിട്ടും ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഫുഡ് ഭയങ്കര പ്രശ്നമാണ്, ഹോസ്റ്റല് പ്രശ്നമാണ്, ക്ലീൻ ആയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പ്രശ്നമാണ്. സോ അങ്ങനത്തെ കൺസേൺസ് ഒക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു മിനിമം ക്വാളിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോളേജസിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ജനറലി എല്ലാ പേരൻസിനും ഉണ്ടാവുമല്ലോ. അപ്പം ഒബ്വിയസ്ലി ഇവിടെ വന്നിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനുള്ള സൊല്യൂഷൻസും കൊടുക്കണം. നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഒന്നാമത് സൊല്യൂഷൻ നമുക്കൊരു 25 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ ഓരോ അഡ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കോളേജസും വിസിറ്റ് ചെയ്യാറുണ്ട്. സോ അവിടെ പോയി അവരുടെ ഹോസ്റ്റൽസ് വിസിറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫുഡ് ടെസ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യാറുണ്ട്. അത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ബേസിസിൽ നമ്മൾ റേറ്റിംഗ് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ കോളേജ് ഓപ്ഷൻസ് നമ്മൾ സ്റ്റുഡൻസിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്
നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഇയർ എൻഡിലും അവരോട് ജോയിൻ ചെയ്ത കുട്ടികളുടെ ഇരുന്ന് റിവ്യൂസ് കളക്ട് ചെയ്യാറുണ്ട്. സോ അവരുടെ റിവ്യൂസിൽ അവരുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഫുഡ് എല്ലാം നോക്കിയിട്ട് അതും നമ്മളുടെ ഒരു മെയിൻ കൺസിഡറേഷൻ ആണ്. അതിൻ്റെ ബേസിസിൽ കൂടി ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇയർ സ്റ്റുഡൻസിന് പിന്നെയും സോർട്ട് ചെയ്ത് കോളേജ് ഓപ്ഷൻസ് കൊടുക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇത്രയും നന്നായിട്ട് അവർക്കൊരു ഓപ്ഷൻ കിട്ടാൻ വേറൊരു സ്ഥലം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇത്രയും റിവ്യൂ ബേസിസിൽ കിട്ടാനായിട്ട്. ഈ കേരളത്തിൽ തന്നെ there are a lot of opportunities, കോളേജ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് കേരളത്തിന് പുറത്ത് അങ്ങനെ പോകുന്നതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഓഫ് കോഴ്സ് ഇതും നമ്മുടെ പാരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് എന്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒറ്റ പോയിന്റേ പറയുള്ളൂ, പേഴ്സണൽ ഗ്രോത്ത് തന്നെയാണ് മെയിൻ ഫാക്ടർ. ഇപ്പോൾ നാളെ അവരൊരു ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂയുടെ മുന്നിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒന്ന്, അവർക്കൊരു കോൺഫിഡൻസ് വേണം, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, എന്നാലാണ് അവർക്കൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ. പിന്നെ മസ്റ്റ് ആയിട്ടുള്ള കാര്യം ലാംഗ്വേജ്. സോ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് ഇവർക്ക് എല്ലാവരും സംസാരിക്കുന്നത് മലയാളത്തിലായിരിക്കും, ഇവർ ഫ്രണ്ട്സ് മലയാളീസ് ആയിരിക്കും. സോ അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളൊരു പുറത്ത് പോയി പഠിക്കുന്ന സമയത്ത് അതർ സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും, അവരെല്ലാം സംസാരിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും. സോ അവരുടെ ലാംഗ്വേജ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അത് ഇമ്പ്രൂവ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ഒരു മെയിൻ ഫാക്ടറാണ് അവർക്ക്. പിന്നെ നാളെ ഇപ്പോൾ ഒരു ഒരു ഇൻ്റർവ്യൂ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് അതൊക്കെ വരാനായിട്ട് ഓഫ് കോഴ്സ് അവർ പുറത്ത് പോയി പഠിച്ചേ പറ്റൂ എന്ന് ഞാൻ പറയും ഇന്നത്തെ കാലത്ത്. കാരണം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു നമ്മുടെ ഒരു കംഫർട്ട് സോണിലായിപ്പോവും, പാരൻസിൻ്റെ അണ്ടറിൽ ഒരു കംഫർട്ട് സോണിലായിപ്പോവും, അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല. സോ ഞാൻ മെയിനായിട്ടും പറയുന്നത് പേഴ്സണൽ ഗ്രോത്ത് ആണ്. പിന്നെ ഓഫ് കോഴ്സ് അവർക്ക് അക്കാഡമിക് ഗ്രോത്ത് ഓഫ് കോഴ്സ് ഉണ്ട്. കാരണം പല കുട്ടികളും അവർ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനത്തെ കോഴ്സസിനൊക്കെ കേരളത്തിൽ നല്ല കോളേജ് ഓപ്ഷൻസ് തന്നെ ഇല്ല. സോ അവരുടെ ഒരു ഡ്രീം ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെടുക്കാണ്ട് പോവുക. സോ അങ്ങനത്തെ കുട്ടികൾക്ക് അറിയാത്തൊരു കാര്യം കൂടിയാണ് ബെസ്റ്റ് ഓപ്ഷൻസ് അവർക്ക് കേരളത്തിന് പുറത്തുണ്ട് എന്നുള്ളത്. സോ അവരുടെ ഡ്രീം കളയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഒരുപാട് കോളേജ് ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് കൊടുക്കാനായിട്ട്. So that exposure matters. Yes. Okay. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഇന്റർനാഷണൽ കോളേജസിൽ പോവുകയാണെങ്കിൽ നമുക്ക് വിസാസ് വേണം, അങ്ങനത്തെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ ഡൊമസ്റ്റിക്കിൽ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. ദെൻ എന്തുകൊണ്ട് നമ്മൾ എജുവേൾഡിനെ അപ്രോച്ച് ചെയ്യണം? എന്റെ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി നമുക്ക് പോയിട്ട് ചേർന്ന് പോരെ എന്നുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട് എഡ്യൂവേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൻസർ നമ്മൾ 25th ഇയർ കംപ്ലീറ്റ് ചെയ്യാണ് എഡ്യൂവേൾഡ് ഈ വർഷം 2025. അതാണ് എൻ്റെ ഫസ്റ്റ് ആൻസർ. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. ഓരോ കോളേജിൽ പോയാലും ഓരോ കുട്ടികൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ പറ്റും, ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡ്രീമിലോട്ട് എത്താൻ പറ്റും എന്ന് അറിയാൻ പറ്റും. അതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അഡ്മിഷൻ എടുത്ത് പോരുകയല്ല ചെയ്യുന്നത്, അവരൊരു കരിയർ ഗൈഡൻസ് തൊട്ട് അവർ 4 വർഷമാണോ 5 വർഷമാണോ അവിടെ പഠിക്കുന്നത്, ആ ത്രൂ ഔട്ട് അവർ പഠിക്കുന്ന ഇയേഴ്സിലുള്ള സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം നമുക്ക് എല്ലാ സിറ്റീസിലും നമുക്ക് ഓഫീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് എഡ്യൂവേൾഡിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ എടുത്താലും അവർ എവിടെയാണോ പഠിക്കുന്നത് ആ സിറ്റിയിലെ ഓഫീസുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാം. ത്രൂ ഔട്ട് ഈ 4-5 ഇയേഴ്സ് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ പാരൻസിനൊക്കെ ചിലപ്പോൾ തനിക്കുവാനൊക്കെ പേടിയായിരിക്കും. ആ സമയത്തൊക്കെ നമ്മളുടെ സ്റ്റാഫ് അവരുടെ കൂടെ പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്മിഷൻ കൊടുക്കാൻ മാത്രമല്ല, ഒരു കരിയർ ഗൈഡൻസ് തൊട്ടിട്ട് ആ കുട്ടി പാസ് ഔട്ട് ആവുന്ന വരെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ. സോ അതാണ് എൻ്റെ ആൻസർ എന്തുകൊണ്ട് എഡ്യൂവേൾഡ് എന്ന് ചോദിച്ചത്. സോ പേരൻസിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും അവർക്ക് വേണ്ടി ത്രൂ ഔട്ട് അവരുടെ അക്കാഡമിക്സിൽ സംസാരിക്കാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൾ, അതാണ് നമ്മൾ. And that matters. Yes. That matters a lot. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഈ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് റിസൾട്ട്സിനെ പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഈ വർഷത്തെ അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ പാരൻസിനും കുറച്ച് സ്റ്റുഡൻസിനും അറിയാത്തൊരു കാര്യമാണ്. അവരെല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും, എത്ര മാർക്കൊക്കെ കിട്ടി എന്നൊക്കെ അറിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിന് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാ കോളേജസിലും നെക്സ്റ്റ് ഇയറിലോട്ടുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ആവും. അപ്പോൾ നമുക്ക് ഇപ്പോഴേ അപ്ലിക്കേഷൻസ് ചെയ്യാം. അത് ഒരു കണക്കിന് നോക്കിയ കുട്ടികൾക്ക് ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണോ നോക്കി ഇപ്പം തന്നെ ബെസ്റ്റ് കോളേജൊക്കെ നോക്കിയിട്ട് അവർക്ക് അഡ്മിഷൻ എടുത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് ആവുന്ന സമയത്ത് അതെ സ്ട്രെസ് ഒഴിവാക്കാൻ മാത്രമല്ല ഫീസിൽ ഫ്ലക്ച്വേഷൻസ് വരാം, സീറ്റ് അവൈലബിലിറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാരാമെഡിക്കൽ കോഴ്സസ് നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ കുറച്ച് സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ. സോ ഇപ്പോഴേ അവർ സീറ്റ് ബുക്കിംഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമായി പോയിട്ട് വേണമെങ്കിൽ എക്സാം എഴുതാം. എൻ്റെ സീറ്റ് അതെ ഓഫ് കോഴ്സ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് +1 മാർക്കിന്റെ ബേസിസിലാണ് അഡ്മിഷൻസ് ഇപ്പൊ കരയിൽ നടക്കുന്നത്. അപ്പോൾ ആ മാർക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കോളേജ് ഓപ്ഷൻസ് ആണ് നമ്മളിപ്പോൾ തരുന്നത്. സോ 2025 അഡ്മിഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ
തുടങ്ങാം. Yes, ഇനി ലേറ്റ് right ആക്കണ്ട. time. അതെ, ഇതാണ് റൈറ്റ് ടൈം, ലേറ്റ് ആക്കണ്ട. ഹായ്, ഇത് അഖിൽ, നമ്മുടെ എജുവേൾഡിലെ സ്റ്റഡി അബ്രോഡ് ടീമിന്റെ ഹെഡാണ്. ഇവിടുത്തെ ഒരുപാട് കുട്ടികളെ വിദേശ പഠനത്തിന് കൊണ്ടുപോയി ഇന്റർനാഷണൽ എക്സ്പോഷർ കൊടുത്തിട്ടുള്ള ടീമാണ് സ്റ്റഡി അബ്രോഡ്. കുട്ടികൾ വിദേശ പഠനത്തിന് പോകണമെന്ന് എന്തുകൊണ്ട് എജുവേൾഡ് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എജുവേൾഡ് എന്തുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു? ആക്ച്വലി എജുവേൾഡ് മാത്രമല്ല, നമ്മളുടെ ഒരു സമൂഹത്തിന് ഇപ്പോൾ എബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ തന്നെ കാണാം. നമ്മളുടെ പിള്ളേരെല്ലാം തന്നെ പുറത്തത്തെ വിദ്യാഭ്യാസമാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. സോ ഇത് ജസ്റ്റ് ഒരു ഗോയിങ് വിത്ത് ട്രെൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റ് പുറത്തു പോയി വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ അവനൊരു ഇൻ്റർനാഷണൽ റെക്കഗ്നീഷനാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കാലമാണല്ലോ. ഒരു ഗ്ലോബൽ എൻവയറമെൻറ്റിൽ, അതായത് ഒരുപാട് രാജ്യങ്ങളിലെ ഒരുപാട് സ്റ്റുഡൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും നല്ലൊരു നെറ്റ്വർക്ക് സ്ഥാപിക്കാനും ഈ സ്റ്റുഡൻസിന് പറ്റും. അപ്പോൾ അതാണ് നമ്മൾ വിദേശ വിദ്യാഭ്യാസത്തിലൂടെ ഫസ്റ്റ്ലി പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, ഒരു വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് അവൻ്റെ ജീവിതവും അതേപോലെ തന്നെ എഡ്യൂക്കേഷനും അവൻ എങ്ങനെ മാനേജ് ചെയ്യാവുന്നു, അവിടെ തന്നെ വീണ്ടും തുടർന്ന് അവൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്യാനും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. മീൻസ് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും. യെസ്, ഡെഫിനറ്റ്ലി. ഈ ഒരു വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജനറലി ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കൺട്രീസ് ഉണ്ടാവുമല്ലോ, അതേതൊക്കെയാണ്? നമ്മളുടെ നാട്ടിൽ മലയാളീസ് പൊതുവേ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ പഠിക്കാനാണ്. സേ UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, USA ഒക്കെ പോലത്തെ കൺട്രീസ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്കൊരു ബാരിയറാണ്. അപ്പോൾ ഈ പറയുന്ന കൺട്രീസിലേക്കാണ് കൂടുതലും നമുക്കൊരു ഫ്ലോ ഉണ്ടായിരുന്നത്. പിന്നെ ഈ കൺട്രീസിലേക്ക് നമുക്ക് റിക്വയർമെൻറ്റ്സ്, അക്കാഡമിക് റിക്വയർമെൻറ്റ്സ് നല്ല ഹൈ മാർക്കുള്ള സ്റ്റുഡൻസിനാണ് കൂടുതൽ അവർ അഡ്മിറ്റ് ചെയ്യാറ്. പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജ് കോഴ്സ് അതും മാൻഡേറ്ററി ആണ് ഈ പറഞ്ഞ പോലെ കൺട്രീസിൽ. പിന്നെ ഫീസ് നോർമലി ഈ പറഞ്ഞ പോലെ ഫീസൊക്കെ അറൗണ്ട് ഒരു 10 lakhs ഒക്കെ വരും. ഇതൊക്കെയായിരുന്നു നേരത്തെ ട്രെൻഡ്. ഇപ്പോൾ കാലം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള കൺട്രീസ്, യെസ്, ഇപ്പോഴുള്ള കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൺട്രീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കൺട്രീസ്, ഇപ്പോൾ കാനഡ, UK പോലത്തെ കൺട്രീസിൽ അവർ ഒരുപാട് റൂൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. സേ നമുക്കിപ്പോൾ UK ആയിരുന്നെങ്കിൽ ഏറ്റവും സ്പൗസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രി ആയിരുന്നു UK. ഇപ്പോൾ സ്പൗസ് വിസാസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സ്പൗസ് വിസാസ്? യെസ്, സ്പൗസ് വിസാസ്. പിന്നെ കാനഡ പറയുമ്പോൾ കാനഡയിൽ ഒരുപാട് റൂൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാനഡ ഇപ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ഡബിൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് മണി നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അവരുടെ വിസ സക്സസ് റേറ്റും കുറവാണ്. ഇപ്പോൾ അവർ അധികം അപ്രൂവ് ചെയ്യുന്നില്ല. അവിടെ ഇന്ത്യ കാനഡ ബൈലാറ്ററൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അധികം വിസാസ് അവർ അപ്രൂവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേ, ഒരു പാത്ത് വേ എന്ന് പറയുമ്പോൾ നമുക്ക് യൂറോപ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് ചെറിയ കൺട്രീസ്, ബട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരുപാട് കൺട്രീസ് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ അറിയാവുന്ന കൺട്രീസാണ് ഈ മാൾട്ട, ലാറ്റ്വിയ, അതേപോലെ തന്നെ ലിത്വാനിയ, പോളണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. അതുമാത്രമല്ല വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുതിയതായിട്ട് വരുന്നുണ്ട്. ജോർജിയ അല്ല ഇപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു? യെസ്, ജോർജിയ നമ്മൾ ഓൾറെഡി ഇവിടെ നഴ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. അത് നമ്മുടെ നേരത്തെ ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ കൺട്രീസിലുള്ള വിസ റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അവിടേക്ക് പോകുന്ന കുട്ടികളുടെ ആ ഒരു എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ നല്ലൊരു ഭാഗം തന്നെ വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് അവിടെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലണമല്ലോ, അതുവരെ അവിടെ എത്തുന്നില്ല. അത് എത്താനായിട്ട് ഏറ്റവും എളുപ്പമാർഗ്ഗങ്ങളും കുറഞ്ഞ ഫീസും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എജുവേൾഡും ഈ ട്രെൻഡിനനുസരിച്ച് മാറിയിട്ടുണ്ടാവില്ലേ? ലൈക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകാറോ? ഇസ് ദെയർ എനി സ്പെസിഫിക് countries where Eduworld takes students to? Yes, definitely. ഒരു 25 years എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീം അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാ മേഖലകളിലും എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വി ഹാവ് ടു ഗോ വിത്ത് ട്രെൻഡ് ഓൾസോ. സോ നമ്മൾ കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് ഏതൊരു സാധാരണക്കാരനും മക്കളെ പറഞ്ഞയക്കാൻ പറ്റുന്ന കൺട്രീസിലേക്കാണ്. അതായത് ഒരു 3 to 5 lakhs ബഡ്ജറ്റിൽ വരുന്ന കൺട്രീസ്. നമുക്കിപ്പോൾ ലാറ്റ്വിയ ഉണ്ട്, മാൾട്ട ഉണ്ട്, പോളണ്ട്, ലിത്വാനിയ, പിന്നെ യൂറോപ്പിൽ ഇതേപോലെ ലോ ബഡ്ജറ്റിൽ നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരുപാട് കൺട്രീസ് ഓപ്പൺ അപ്പ് ആയി വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിസ സക്സസ് റേറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രാജുവേഷൻ ആണോ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ കൂടുതൽ സ്റ്റുഡൻസ് അബ്രോഡിലേക്ക് പോകുന്നത്?
വാട്ട് ആർ ദ പ്രിഫറൻസസ് ആക്ച്വലി ഇപ്പോൾ? പ്രിഫറൻസ് ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റുഡൻസ്. കാരണം UG കോഴ്സ് ചെയ്യുന്നതും PG കോഴ്സ് ചെയ്യുന്നതും അത് സ്റ്റുഡൻസിന്റെ മാത്രം ഡിസ്ക്രിപ്ഷൻ ആണ്. പക്ഷേ ആസ് എ കൺസൾട്ടൻസ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റ്, അതേപോലെ തന്നെ എത്ര ഡ്യൂറേഷൻ, ഇതിൽ വരുന്ന സിലബസിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിനെ പറഞ്ഞ് എക്സാക്റ്റ് ആയിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ UG കോഴ്സാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 year മിനിമം പ്രോഗ്രാം ആയിരിക്കും വരുന്നത്. അറ്റ് ദ സെയിം ടൈം PG പ്രോഗ്രാംസ് നമുക്ക് 1 year കൊണ്ട് തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻവോൾവ് ആവുന്ന കോസ്റ്റ്, പിന്നെ മറ്റു കാര്യങ്ങൾ, ട്രാവലിൻ്റെ കാര്യങ്ങളും, ഈ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അവർക്ക് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുക. അവർക്ക് ആവശ്യമുള്ള എന്ത് റിക്വയർമെൻ്റ് ആണെങ്കിലും അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ചെയ്യും. ഇപ്പൊ കേരളത്തിന്റെ പുറത്തേക്ക് കുട്ടികൾ ലൈക്ക് വിത്തിൻ ഇന്ത്യ പോകുമ്പോൾ തന്നെ പേരൻസിന് ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഇപ്പം ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ തന്നെ കൺസേൺസ് കൂടും. സിമിലർലി കുറെ ഹസാർഡ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടിയിരിക്കും. ആൻഡ് വാട്ട് ആർ ദ കോമൺ ഹസാർഡ്സ്? ഹസാർഡ്സ് അല്ലെങ്കിൽ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ സെക്യൂർ ചെയ്യുക, അതാണ് നമുക്ക് ഫസ്റ്റ്ലി വരുന്നത്. അപ്പോൾ അതിനുള്ള ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തൊട്ട് സ്റ്റുഡൻറ്റിൻ്റെ വിസ പ്രോസസ്സിങ്, അതേപോലെ തന്നെ വൺസ് വിസ അപ്രൂവ് ആയി കഴിയുമ്പോൾ അവിടെ ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ അക്കോമഡേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ഇവിടെ നിന്ന് പോകുന്ന സ്റ്റുഡൻസിൻ്റെ പാരൻസാണ് ഏറ്റവും കൂടുതൽ വെറിയാവുന്നത്. അപ്പോൾ അത് അവിടെയുള്ള അക്കോമഡേഷൻ, അതേപോലെ തന്നെ അവിടെ സ്റ്റുഡൻറ്റ് കോളേജിൽ എൻറോൾ ആവുന്നവരെ എല്ലാം ചാലഞ്ചസ് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീം നമ്മളിവിടെ എജുവേൾഡിൽ ഒരുക്കിയിരിക്കുന്നത്. 25 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളൊരു മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് വി ഹാവ് ഓൾ ദ എക്സ്പെർട്ടൈസ് യു നീഡ്. ഡെഫിനറ്റ്ലി യു ക്യാൻ അപ്രോച്ച് അസ്. ഓക്കെ, സേഫ് ആയിരിക്കും, സെക്യൂർഡ് ആയിരിക്കും അല്ലേ? ഓക്കെ, താങ്ക് യു. ഒരുപാട് പേരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒക്കെ ഒരു ഡ്രീം ആയിരിക്കും MBBS എടുക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ സീറ്റിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടോ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് അവർക്ക് ഇന്ത്യയിൽ പഠിച്ച് MBBS എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു ഓപ്ഷനാണ് MBBS Abroad. എജുവേൾഡിൻ്റെ MBBS Abroad ടീമിൻ്റെ ഹെഡായിട്ടുള്ള സുനിതയാണിത്. അപ്പം നമുക്ക് സുനിതനോട് തന്നെ ചോദിക്കാം, വൈ MBBS Abroad? ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ നാട്ടിൽ ഏകദേശം 23-24 ലക്ഷം കുട്ടികളാണ് എക്സാം എഴുതുന്നത്, നീറ്റ് എക്സാം എഴുതുന്നത്. നമുക്ക് ഇന്ത്യയിൽ സീറ്റ് കിട്ടുന്നത് 1 lakh മാത്രമാണ്. അപ്പോൾ ബാക്കി റിമെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒന്നില്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് പോകും. കുറേ പേര് യുനാനി, ഹോമിയോ, ആയുർവേദം, നഴ്സിംഗ്, BDS. ഇനിയും കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും ആഗ്രഹം ഉണ്ടായിട്ടും റിപ്പീറ്റ് ചെയ്തിട്ടും 5 വർഷത്തോളമൊക്കെ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ കുട്ടികൾക്കുള്ള ആ ഡ്രീം തീർക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് MBBS Abroad എന്നുള്ളൊരു സ്വപ്നം നമ്മൾ 2009 മുതൽ സ്റ്റാർട്ട് ചെയ്തത്. അബ്രോഡ് പോയി MBBS എടുത്ത് വരുന്ന ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ അത് വാലിഡ് ആണോ? ഉറപ്പായിട്ടും പല പാരൻസിൻ്റെയും കൺസേൺ ആണ് കേട്ടോ ഇത്. ഇപ്പം ഞങ്ങളുടെ മക്കൾ അബ്രോഡ് പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ ആ ഡിഗ്രിയുടെ വാലിഡിറ്റി ഉണ്ടോ എന്നവരെല്ലാവരും ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ NMC, അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞൊരു റൂൾ ഉണ്ട്. 4 റൂൾസ് ആണ് അതിൽ വരുന്നത്. ഒന്ന്, 5 വർഷത്തെ കോഴ്സും 1 year ഇന്റേൺഷിപ്പും ഉണ്ടായിരിക്കണം. പിന്നെ ആ രാജ്യത്തെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്തിരിക്കണം. പഠിച്ചിരിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആയിരിക്കണം. അതിനുശേഷം ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ ലൈസൻസിങ് എക്സാം കൂടി ക്ലിയർ ചെയ്താൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ലൈസൻസിങ് എക്സാം വേണമെന്ന് പറഞ്ഞു, ആ എക്സാമിന്റെ ഒന്ന് സ്പെസിഫിക്കേഷൻസ് പറയാമോ? ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ലൈസൻസിങ് എക്സാം ആയിട്ട് വരുന്നത് ഇപ്പോ FMG ആണ്, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം എന്ന് പറയും. ഇനി വരാൻ പോകുന്ന എക്സാം നെക്സ്റ്റ് ആണ്. ഇപ്പൊ FMG നടക്കുന്നത് വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടാണ്, ഒന്ന് ജൂണും അല്ലെങ്കിൽ ഡിസംബറിലും ആണ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് മെയിൻ ആയിട്ട് MBBSന് ഏതൊക്കെ കൺട്രീസിലേക്കാണ് കുട്ടികൾ പോകുന്നത്? എനിക്ക് തോന്നുന്നു ഒരു പാരന്റിന്റെ ഏറ്റവും വലിയ ഡ്രീം അവരൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ വിടാന്നുള്ളതായിരിക്കും. USA അല്ലെങ്കിൽ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ, ഇതൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെ എത്തിപ്പെടാനുള്ള ഒരു പ്രോസസ്സിങ്, IELTS വേണം. ഫീസ്, ഒരു ഫീസ് വർഷം തന്നെ നമുക്കൊരു 35-45 ലക്ഷം 1 year ഫീസ് വരും. അപ്പൊ ഒരു 2 crore മേലെയാണ് വരുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരിക്കലും അതൊരു അഫോർഡബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു യൂറോപ്യൻ കൺട്രീസ് പഠിച്ചതിന് ശേഷം PG നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അതൊരു വലിയ ഓപ്ഷനാണ്. നമ്മുടെ നാട്ടിലത്തെ അതേ മെറിറ്റ് CT ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന രാജ്യങ്ങൾ ജോർജിയ ഉണ്ട്, റഷ്യ ഉണ്ട്, മോൾഡോവ ഉണ്ട്, ബൾഗേറിയ ഉണ്ട്, ബോസ്നിയ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ കൺട്രീസിൽ തന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവുമല്ലോ? ഞങ്ങൾ മിനിമം ഒരു 20 അധികം യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ടോപ്പൊക്കെ ആയിട്ട് വരുന്നത് ഒരു മണിപ്പാൽ മലേഷ്യ വരുന്നുണ്ട്, ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി, മെഫി മോസ്കോ, മെഫി ഓബ്നിൻസ്കി, ഇമാനുവൽ ഖെൻഡ് ബാൾട്ടിക് ഫെഡറൽ യൂണിവേഴ്സിറ്റി, TSMU, ഗ്രൂണി, അങ്ങനെ ഒരുപാട്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നുണ്ട്.
അവിടെ പഠിച്ച കുട്ടികളുടെ കരിയർ ഓപ്ഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ സ്റ്റുഡൻസ് പാസ് ഔട്ട് ഉണ്ട്. മലയാളികൾ പഠിച്ച് പാസ്സായി ഇപ്പോൾ പല സ്ഥലങ്ങളും കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്. എബ്രോഡിലേക്ക് ലാബ് എഴുതി എബ്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു എന്താ പറയാ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ നമുക്കത് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനെ അയക്കുമ്പോഴും അവർ പോയി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഞാൻ അത് ക്ലോസ് ചെയ്ത് പറയുന്നത് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് അത് കറക്റ്റ് ആക്കാനും അത് കംപ്ലീറ്റ് ആക്കാനും അതിനുശേഷം ഇന്ത്യയിൽ വന്നും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. സോ ഇത്രയും വർഷം ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. എജുവേൾഡിന്റെ ഒരു പ്രൈം പ്രോഡക്റ്റിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഏനപ്പോയ KNU അല്ലെ, അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയാം. ശരിക്കും പറഞ്ഞാല് എല്ലാവരുടെയും പ്ലാൻ B ആണ് MBBS അബ്രോഡ്. പ്ലാൻ A എപ്പോഴും ഇന്ത്യ തന്നെയായിരിക്കും. പക്ഷേ ഈ ഇന്ത്യയിൽ പഠിക്കുന്ന അതേ ഫെസിലിറ്റിയോടുകൂടി ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് KNU കൊടുക്കുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ഇന്ത്യൻ ഫാക്കൽറ്റി, ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ, എല്ലാം ഇന്ത്യൻ. ഈ ഒരു ഫെസിലിറ്റീസ് ഒന്നും ഒരു യൂണിവേഴ്സിറ്റിയും കൊടുക്കില്ല. അതേപോലെ തന്നെ സ്റ്റുഡൻസ് അബ്രോഡ് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് അവിടുത്തെ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് ആയിട്ടൊന്ന് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഈ ഒരു പ്രശ്നം എനപ്പോയിൽ വരുന്നില്ല. പിന്നെ നമുക്കിവിടെ എനപ്പോയിൽ സീറ്റ് കിട്ടുമ്പോൾ വളരെയധികം എമൗണ്ട് വരുന്നുണ്ട്. പക്ഷെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു 30-35 lakhs 6 വർഷത്തെ കംപ്ലീറ്റ് ചെലവ് കിട്ടുക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. ആക്ച്വലി നമ്മൾ KNU എന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയാണെന്ന് സ്പെസിഫൈഡ് ആയിട്ടില്ല. ഓക്കെ, ഇത് വരുന്നത് കിർഗിസ്ഥാനിലാണ് നമ്മുടെ ഇത് വരുന്നത്. ബിഷ്കെക്കാണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി വരുന്നത്. ക്യാപിറ്റലിൽ തന്നെയാണ് വരുന്നത്. ക്ലാസ് കംപ്ലീറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള, ഏറ്റവും നല്ല ലാബ് എല്ലാം കിട്ടുന്ന ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഇത് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇതിന്റെ ഹൈ പ്രൊഫൈലായിട്ട് നമുക്ക് മനസ്സിലാവുക. സോ പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തെന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. സോ MBBS എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു PG എബ്രോഡും ജസ്റ്റ് ഡിഗ്രി നമുക്ക് നാട്ടിലും ചെയ്യാം എന്നുള്ളത്. ശരിക്കും അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ, അതായത് നല്ല രീതിയിൽ ക്ലിനിക്സ് കിട്ടും. ഇന്ത്യയിൽ സീറ്റ് കിട്ടിയാൽ ഓക്കെ, ഏറ്റവും നല്ലതാണ്. കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഉറപ്പായിട്ടും ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ആളുകളുടെ നീഡ് നോക്കിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ് Eduworld. ആൻഡ് നമുക്കറിയാം റീസെൻ്റ്ലി നഴ്സിംഗിൻ്റെ ഡിമാൻഡ് ഒരുപാട് കൂടിയിട്ടുണ്ട്. ആൻഡ് ദേ ഹവ് സ്റ്റാർട്ടഡ് എ സെപ്പറേറ്റ് വിങ് ഫോർ നഴ്സിംഗ്. നമ്മുടെ കൂടെ വാഹിദാണുള്ളത്. വാഹിദ് നഴ്സിംഗ് വിങ്ങിൻ്റെ ഹെഡാണ്. സോ വൈ എ സെപ്പറേറ്റ് വിങ്? ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും അറിയാം നഴ്സിംഗ് പ്രോഗ്രാംസ് എന്തുകൊണ്ടാണ് ഒരു സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യുന്നുള്ളത്. കാരണം നമുക്കിനി അങ്ങോട്ടേക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ, ഒരു നല്ല സ്കോപ്പുള്ള ഒരു കോഴ്സും കൂടിയാണ് ഈ ഒരു നഴ്സിംഗ് ഫീൽഡ് എന്ന രീതിയിൽ വരുന്നത്. അതിലിപ്പം നമ്മളിപ്പം ഇന്ത്യയിൽ നിന്നല്ല വേൾഡിൽ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സ്കോപ്പ് കൂടി വരികയുള്ളൂ. ഓക്കെ, ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ എവിടെ കിട്ടുന്നോ അവിടെ പഠിക്കുന്നതായിരിക്കും സ്റ്റുഡൻസിന് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പം നഴ്സിംഗ് ഫീൽഡ് പോലത്തെ കോഴ്സ് എടുക്കുമ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൺട്രീസിലും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ലിവിങ് എക്സ്പെൻസ് ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രീസൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു നഴ്സിംഗ് പ്രോഗ്രാം പഠിച്ചുകൂടാ എന്ന രീതി ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം എജുവേൾഡിൽ കൊണ്ടുവന്നത്. പക്ഷെങ്കിൽ ഇപ്പം കൊണ്ടുവന്നതല്ല, മുമ്പ് ഈ ഒരു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം നല്ല രീതിയിൽ നമുക്ക് സ്റ്റുഡൻസിന് അങ്ങനെയുള്ള കൺട്രീസിൽ പോയി പഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ഇന്ത്യയിൽ പഠിക്കുന്ന അതേ ഒരു ഫീസിൽ ഇന്റർനാഷണൽ എക്സ്പോഷറോട് കൂടി സ്റ്റുഡൻസിന് പഠിക്കാം എന്ന രീതി വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സെപ്പറേറ്റ് ചെയ്ത്. ആൻഡ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ Eduworld ഒരു കൺട്രീനെ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നഴ്സിംഗ് കോഴ്സസ് കൊടുക്കുന്നതെന്ന്. ആൻഡ് ദാറ്റ് ഈസ് ജോർജിയ. വൈ ജോർജിയ ഫോർ നഴ്സിംഗ്? ജോർജിയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ജോർജിയയിൽ MBBS മാത്രമാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ്. കാരണം എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ജോർജിയ MBBS മാത്രമാണ് സ്റ്റുഡൻസിന്റെ മൈൻഡിലുള്ളൂ. പക്ഷേ അതിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് പ്രോഗ്രാംസിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു കൺട്രിയും കൂടിയാണ് ഈ ഒരു ജോർജിയ എന്ന് പറയുന്നൊരു കൺട്രി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഇപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ ട്യൂഷൻ ഫീസ് ആയിരിക്കും. അത് അഫോർഡബിൾ ട്യൂഷൻ ഫീസ് അവർക്ക് പഠിക്കണം, അതുപോലെ തന്നെ അഫോർഡബിൾ ലിവിങ് എക്സ്പെൻസിൽ പഠിക്കണം. പിന്നെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സ്റ്റുഡൻസിന് ഇയർ ഗ്യാപ്പ് ഉണ്ടാവും, അതായത് അവരുടെ കരിയറിൽ ഇപ്പം ഇയർ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ IELTS ഇല്ലാതെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും കൺസേൺ ആണ്, IELTS ഇല്ലാത്ത കൺട്രിയിൽ ഞാൻ പോവില്ല എന്ന രീതിയിലൊക്കെ ആയിരിക്കും സ്റ്റുഡൻസ് പറയുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവരുടെ മാർക്ക്
ഓക്കെ +2 എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപോലെ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ജോർജിയ എന്ന് പറയുന്ന ഒരു കൺട്രി. കാരണം എന്ന് വെച്ചാൽ ഒരു നഴ്സിംഗ് ഫീൽഡ് എടുക്കുന്ന സ്റ്റുഡൻസിന്റെ മെയിൻ കൺസേൺ ആയിരിക്കും അവർക്ക് +2 മാർക്ക്, പിന്നെ അതുപോലെ തന്നെ സ്ട്രീമിന്റെ പ്രശ്നം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് എല്ലാം നമുക്ക് നല്ല രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നമുക്ക് ജോർജിയയിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ജോർജിയ MBBS ഇപ്പൊ എല്ലാവർക്കും അറിയാം, പക്ഷെ നഴ്സിംഗ് പ്രോഗ്രാം പക്ഷെ റീസെന്റ് ഇപ്പം എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് ഈ ഒരു നഴ്സിംഗ്, ജോർജിയയിലെ ഒരു നഴ്സിംഗ് പ്രോഗ്രാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം നല്ലൊരു ബെറ്റർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പം നമുക്ക് ജോർജിയയുടെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്പർ 1 യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് അവിടെ അവൈലബിൾ ആയി കിട്ടുന്നത് കൊണ്ട് എല്ലാ സ്റ്റുഡൻസും ആ ഒരു രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറെ കൺസേൺസ് ഉണ്ടെങ്കിലും പഠിക്കാൻ പോകുന്ന ഏതൊരു കുട്ടീനെ സംബന്ധിച്ച് അല്ലെ പേരൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൺസേൺ ആയിരിക്കും കരിയർ ഓപ്ഷൻസ് അവിടെ ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ ജോർജിയയിൽ പോയിട്ട് നഴ്സിംഗ് പഠിച്ച ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ആണ് അവൈലബിൾ, അല്ലെങ്കിൽ ഇൻ വാട്ട് വേസ് ആർ ദേ ബെനിഫിറ്റ്? അതായത് നമുക്ക് ജോർജിയയിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ ഏത് കൺട്രിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു നഴ്സിംഗ് പ്രൊഫഷന് അതിൻ്റെതായ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ജോർജിയയിൽ പഠിച്ചത് കൊണ്ട് നമുക്ക് ഓപ്ഷൻസ് കിട്ടില്ല എന്നല്ല. നമുക്ക് ജോർജിയയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ഏത് ഇന്റർനാഷണൽ കൺട്രിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറാണ് സ്റ്റുഡൻസിന് കിട്ടുന്നത്. ഓക്കെ, അവിടെ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ അവർക്ക് ഒരുപാട് ഏത് ഇന്റർനാഷണൽ കൺട്രിയിൽ അവർക്ക് ഒരു ജോബ് എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ് അവർ പഠിക്കുന്നത്, അത്രയും ഒരു ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. സോ ആ ഒരു ബേസ് വെച്ചിട്ട് ഇവർ ഏത് കൺട്രിയിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഓപ്ഷൻസ് വാസ്റ്റ് ആണ്. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്, നഴ്സിംഗ് നിങ്ങൾ എവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ബെനിഫിറ്റ് സെയിം തന്നെയാണ്. എജുവേൾഡ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ 25 years ആയിട്ട് ഈ ഫീൽഡിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്നതെന്ന് ഐ ഹോപ്പ് നൗ യു ആൾ അണ്ടർസ്റ്റുഡ് ആൻഡ് യു കൻ അപ്രോച്ച് ദം ഫോർ ഓൾ യുവർ എഡ്യൂക്കേഷണൽ കൺസൾട്ടേഷൻസ്.